പലരും നിലത്ത് വീഴുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയൊരു പോലീസ് നടപടി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ. നേരത്തെ അനുനയ നീക്കത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ പിന്നീട് പൊടുന്നനെ പോലീസ് എത്തി. നോക്കൂ, മാധ്യമപ്രവർത്തകരെയും ആ ദൃശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ കൂടിയിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ ഒരു പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒന്നും തള്ളും ഒക്കെ ഉണ്ട്. വലിയൊരു ക്രൗഡ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നോക്കൂ, പിടിച്ചു തള്ളുകയാണ് മാധ്യമപ്രവർത്തകർ. നമ്മുടെ റിപ്പോർട്ടർ പോലീസ് മാധ്യമപ്രവർത്തകർക്ക് നേരെയും തിരിയുകയാണ്. അവിടെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം തേടി അവിടേക്ക് ചെല്ലുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ കയ്യാങ്കളി ഉണ്ടാകുന്നു. പിടിച്ചു തള്ളുന്നു പോലീസ്. അവിടെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം നടന്നു വരികയായിരുന്നു. അതിനിടയിലേക്കാണ് പൊടുന്നനെ പോലീസ് ഇരച്ചെത്തി അവിടെ ആളുകളെ മാറ്റാനുള്ള, നേതാക്കളെ മാറ്റാനുള്ള ശ്രമം, അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം. വലിയ സംഘർഷ സാധ്യത ഇപ്പോൾ ഡൽഹി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രൂപപ്പെട്ടു വരികയാണ്. മീഡിയ വൺ പ്രതിനിധി റഷീദ് ബിൻ മുഹമ്മദ് ആണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. റഷീദ് ബിൻ മുഹമ്മദിനെയാണ് പോലീസ് അവിടെ നെഞ്ചിൽ പിടിച്ച് തള്ളി അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത്. വലിയ തോതിലുള്ള ഉന്തും തള്ളും മാധ്യമപ്രവർത്തകർക്ക് നേരെയും പോലീസിന്റെ അരിശം തീർക്കുകയാണ് അവിടെ ഡൽഹിയിൽ. നേരത്തെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. അവരിപ്പോൾ എവിടെയാണ്? അവിടെ ആൾക്കൂട്ടത്തിനിടയിലുണ്ടോ? അതല്ല, അവരെയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോയോ? തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി. തൗഫീഖ്, അവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ, അവരിപ്പോഴും അവിടെയുണ്ടോ? മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ മാത്രമല്ല, മാധ്യമപ്രവർത്തകർക്ക് നേരെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള ഫലപ്രയോഗിക്കൽ തുടരുകയാണ് അവിടെ.